Welcome to Competitive Cracker. I am Karen. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് കൊമേഴ്സിലെ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏരിയാസും ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് ഫിനാൻസിനകത്ത് നമുക്ക് ഇത്രയും ഏരിയാസ് ആണ് ആസ് പെർ അവർ സിലബസ് കണ്ടന്റ് വരുന്നത്. അപ്പോൾ ഫിനാൻസിനെ കുറിച്ചുള്ള ഒരു ബേസിക് സോഴ്സസ് എന്താണ്, സ്കോപ്പ് എന്താണ്, കാര്യങ്ങളുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ടൈം വാല്യൂ ഓഫ് മണി പോലത്തെ ടോപ്പിക്സ് ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, റിസ്ക് ആൻഡ് റിട്ടേൺ അനാലിസിസ്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആർബിട്രേഷൻ. ഇങ്ങനെ പറയുന്ന ഇത്രയും ടോപ്പിക്സ് ആണ് പ്രധാനമായിട്ടും സിലബസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ ഏരിയാസിൽ നിന്നും നമുക്ക് കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഹിയർ ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The capital budget is associated with. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? ഫസ്റ്റ് ഓപ്ഷൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ്, 2 ഷോർട്ട് ടേം ഫണ്ട്സ്, സി ലോങ് ടേം ഫണ്ട്സ് ആൻഡ് ഡി ഫിക്സ്ഡ് അസറ്റ്സ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ലോങ് ടേം ഫണ്ട്സ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സി ലോങ് ടേം ഫണ്ട്സ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇറ്റ്സ് ദ പ്ലാനിങ് ഓഫ് അവർ എക്സ്പെൻഡിച്ചർ ആൻഡ് ബെനിഫിറ്റ് വിച്ച് ആർ സ്പ്രെഡ് ഓവർ ദി ഇയേഴ്സ്. ഇത് ലോങ് ടേം ക്യാപിറ്റൽ നീഡ്സ് ഓഫ് ദ കമ്പനി, അതിന് വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന ലോങ് ടേം എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ ലോങ് ടേം എക്സ്പെൻഡിച്ചറിൻ്റെ പ്ലാനിങ്ങും കണ്ടീഷനിങ്ങും ഒക്കെയാണ് മെയിനായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ അകത്ത് വരുന്നത്. It deals with long-term funds, whether or not to invest in a project. അതാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ്റെ അകത്തുനിന്ന് നമ്മൾ തീരുമാനമെടുക്കും. ഒരു പ്രൊജക്റ്റ് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ്, അല്ല അതിൻ്റെ റിട്ടേൺ ഒക്കെ അനാലിസിസ് നടത്തി ഒരു പ്രൊജക്റ്റിൻ്റെ ലോങ് ടേം ബെനിഫിറ്റും എക്സ്പെൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് is associated with long term funds. ഒരു പ്രൊജക്റ്റ് മാനേജ്മെന്റിലാണ് മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ ഓർക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Arrange the following financing choices in order of preference suggested by the pecking order theory. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി, ബി യൂസ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആൻഡ് സി ഇഷ്യൂ ഓഫ് ഡെറ്റ്. പെക്കിംഗ് ഓർഡർ തിയറി പ്രകാരം നമ്മളുടെ ഫിനാൻസിനെ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ള പറയുന്നത്. സോ പെക്കിംഗ് ഓർഡർ തിയറി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മളുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് വേണം ആദ്യം യൂസ് ചെയ്യാൻ, അതിനുശേഷമേ എക്സ്റ്റേണൽ സോഴ്സസുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പെക്കിംഗ് ഓർഡർ തിയറിയിൽ വരുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഏതാണ്? യൂസ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് വരുന്നത്. അപ്പം ബി ആയിരിക്കും നമ്മളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ആസ് പെർ ദ പെക്കിംഗ് ഓർഡർ തിയറി വരുന്നതാണ് ഡെറ്റ് ഇഷ്യൂ ചെയ്യുക. ഏറ്റവും അവസാനം മാത്രമേ ഇക്വിറ്റിയിലേക്ക് പോകാവൂ എന്നും പറയുന്നുണ്ട്. ഏറ്റവും അവസാനം അപ്പോൾ എ വരണം, അതായത് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി വരണം. ലാസ്റ്റ് എ വരുന്നത് ഏതാണ്? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ആൻസർ നമുക്ക് നോക്കാം. യെസ്, ഇറ്റ്സ് ദി ഓപ്ഷൻ ഡി. ദാറ്റ് ഈസ് ഫസ്റ്റ് യൂസ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ദെൻ ഇഷ്യൂ ഓഫ് ഡെറ്റ് ആൻഡ് ദെൻ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി എന്ന് വരും. സോ പെക്കിംഗ് ഓർഡർ തിയറിയിൽ പറയുന്നത് ഒരു ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് വി ഹാവ് എ സർട്ടൻ ഓർഡർ ഓഫ് പ്രിഫറൻസസ്. ഓക്കെ, വേരിയസ് സോഴ്സസ് ഓഫ് ഫിനാൻസ് വിച്ച് വാസ് ഷോൺ ഇൻ ദിസ് തിയറി, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് വേണം യൂസ് ചെയ്യാൻ, അതിനുശേഷം ഡെറ്റും, ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാനും പാടുള്ളൂ. ഇതാണ് പെക്കിംഗ് ഓർഡർ തിയറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുപോലത്തെ ബാക്കിയുള്ള തിയറീസും എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ എന്നാലേ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സോഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ പഠിക്കുന്നത്. അപ്പോൾ തിയറി ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്കിപ്പ് അടിക്കുന്ന സാധ്യതയുള്ള ഒരു ഏരിയയുമാണ്. പക്ഷെങ്കിൽ സ്കിപ്പ് അടിക്കരുതെന്നുള്ളതിൻ്റെ കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ നെറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതിലേതാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സോഴ്സ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ആൻഡ് അൺസെക്യൂർഡ് ടേം ലോൺസ് ആണ് തന്നിരിക്കുന്നത്. സോ സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ മെയിനായിട്ട് വരുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. പക്ഷെങ്കിൽ അൺസെക്യൂർഡ് ടേം ലോൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അൺസെക്യൂർഡ് ടേം ലോൺസ്. സോ എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, അക്രൂഡ് എക്സ്പെൻസസ് ഉണ്ട്, ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്,
ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഇത്രയുമാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What combination of the following factors influence the working capital requirements? അതായത് ഇതിൽ ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് പറയുന്ന ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യം. തന്നിരിക്കുന്നത് മാർക്കറ്റ് കണ്ടീഷൻസ്, പ്രൊഡക്റ്റ് പോളിസി, ഫേംസ് ഗുഡ്വിൽ ആൻഡ് സപ്ലൈ കണ്ടീഷൻസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം സപ്ലൈ കണ്ടീഷൻസ്. സപ്ലൈ കണ്ടീഷൻസ് തീർച്ചയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അഫക്റ്റ് ചെയ്യുന്ന കാര്യം, കാരണം റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. 2, ഫേമിൻ്റെ ഗുഡ്വിൽ. ഫേമിൻ്റെ ഗുഡ്വില്ലും അതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്, കാരണം അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഫേമിൻ്റെ ഡിമാൻഡും കാര്യങ്ങളും എല്ലാം വരുന്നത്. സോ ഫേംസ് ഗുഡ്വിൽ ഈസ് ഓൾസോ എ ഫാക്ടർ. ദെൻ പ്രൊഡക്റ്റ് പോളിസി. നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് സൈക്കിൾ എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ദെൻ വാട്ട് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്? മാർക്കറ്റ് കണ്ടീഷൻസ് ആസ് സച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. സോ നമ്മൾ ഏത് ഓപ്ഷനിലേക്ക് വരും? 2, 3 and 4 വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ദാറ്റ് ഈസ് ആൻസർ സി. അതാണ് നമ്മളുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനൊക്കെ ബേസിക് തിയറി കാര്യങ്ങളാണ്. നോർമലി നമ്മൾ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാൻ പോകുമ്പോൾ സിമ്പിൾ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ നെറ്റ് എക്സാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Time value of money supports the comparison of cash flows recorded at different time period by discounting cash flows ആണോ, compounding cash flows ആണോ, അത് either A or B and none of these. ഇത്രയാണ് ഓപ്ഷൻ തന്നിരുന്നത്. സോ ടൈം വാല്യൂ ഓഫ് മണിക്കകത്ത് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നത് either A or B, അതായത് ഇറ്റ് സപ്പോർട്ട്സ് ദ കമ്പാരിസൺ ഓഫ് ക്യാഷ് ഫ്ലോസും അതേപോലെ തന്നെ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോസ് വഴിയും കോമ്പൗണ്ടിങ് ക്യാഷ് ഫ്ലോസ് വഴിയുമാണ് ക്യാഷ് ഫ്ലോസിൻ്റെ കമ്പാരിസൺ പ്രധാനമായിട്ട് ടൈം വാല്യൂ ഓഫ് മണിയിൽ ചെയ്യുന്നത്. സോ ഈ 2 മെത്തേഡ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നോക്കാറുണ്ട്. ഒന്ന് നമ്മൾ ഡിസ്കൗണ്ടിങ് നോക്കും, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് നോക്കും. സോ മെത്തേഡ്സ് ഓഫ് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ഫ്ലോസ് ആണ് ഡിസ്കൗണ്ടിങ് മെത്തേഡ് ആൻഡ് കോമ്പൗണ്ടിങ് മെത്തേഡ്. സോ ഐദർ ഓഫ് ദീസ് മെത്തേഡ്സ് വിൽ ബി യൂസ്ഡ് ബൈ ദ ഫേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nominal rate of interest is 10% per annum തന്നിട്ടുണ്ട്, and there is quarterly compounding. The effective rate of interest will be എത്ര ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത്രയൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടേഷൻ ആവശ്യമായിട്ടുണ്ട്. അതായത് ഒരു പ്രോബ്ലം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. സോ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 + I/n raised to n - 1 ആണ്. സോ നമുക്ക് ആൻസർ വരുമ്പോഴത്തേക്കും അത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 10.38% ആണ് വരുന്നത്. അതായത് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 10.38%. സോ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ പഠിച്ച് വെക്കണം, കാരണം പ്രോബ്ലം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നെക്സ്റ്റ്, വിച്ച് ഫോർമുല ഈസ് യൂസ് ടു മെഷർ ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജും ഉണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? തന്നിരിക്കുന്നത് C/EBIT, കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റ്, EBIT by EBT, EBIT by C and EBIT by sales എന്ന് തന്നിട്ടുണ്ട്. സോ വി നോ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ ഈസ് EBIT by sales, പെർസെൻറ്റേജ് ചേഞ്ച് EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അതാണ് ഇവിടുത്തെ കാര്യം. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സെൻസിറ്റിവിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻകം ടുവേർഡ്സ് സെയിൽ. ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നത്. സെയിൽസ് എങ്ങനെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് ബിസിനസ് റിസ്ക് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്യുന്നു. സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് ആണ് മറ്റൊരു ടൈപ്പ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EBIT ആൻഡ് EBT, ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. അതിൻ്റെ ഡിഗ്രി വരുമ്പോഴത്തേക്കും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്നുള്ളതാണ് ഇക്വേഷൻ. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ് കോസ്റ്റ് ഓഫ് equity is assumed to increase linearly with the leverage? That is, the average cost of capital remains constant with the increased use of leverage. Average cost of capital ഒരു ചേഞ്ചും വരത്തില്ല whatever be our leverage. അത് പറയുന്ന തിയറി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്
നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് MM അപ്രോച്ച്. ഇതിലേതാണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒന്നും സംഭവിക്കത്തില്ല വാട്ട് എവർ ലിവറേജ് വി ചൂസ് എന്ന് പറയുന്നത്? സോ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. അതിൻ്റെ അകത്ത് പറയുന്നത് വീനോ എല്ലാ ക്യാപിറ്റൽ സ്ട്രക്ചറും ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ് ആ NOI അപ്രോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സോ ഡേവിഡ് ഡൂറന്റ് ആണ് ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, തിയറി കൊണ്ടുവന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ നോട്ട് അഫക്ട് ദി വാല്യൂ ഓഫ് ദി ഫേം, അതായത് ഇറ്റ് ഇസ് എൻ ഇറലവൻസ് തിയറിക്കകത്ത് വരുന്ന കാര്യമാണ്. എവറി ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഒപ്റ്റിമൽ. അതുകൊണ്ട് തന്നെയാണ് വാട്ട് എവർ ബി ദ ലിവറേജ് കണ്ടീഷൻ അവർ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് ഈ ഒരു തിയറിയിൽ അല്ലെങ്കിൽ അപ്രോച്ചിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതേപോലെ ബാക്കിയുള്ള തിയറീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് കംസ് ദ ക്വസ്റ്റ്യൻ, ദി കറൻസി ഹാവിംഗ് ദ ഹയസ്റ്റ് വെയിറ്റേജ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, അതാണ് SDR എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻസിൻ്റെ അകത്തൊക്കെ വരുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ SDRൻ്റെ അകത്ത് ആ ഒരു ഹയസ്റ്റ് വെയിറ്റേജ് വരുന്ന ഏത് കറൻസിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ബ്രിട്ടീഷ് പൗണ്ട് തന്നിട്ടുണ്ട്, യൂറോ, US ഡോളർ, yen എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സി, US ഡോളർ. US ഡോളറിനാണ് ഹയസ്റ്റ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ വെയിറ്റേജ് ഒക്കെ നോക്കാം. US ഡോളറിന് നിയർലി 43.38% വെയിറ്റേജ് ആണ് വരുന്നത്. അതായത് SDRൻ്റെ അത്രയും കമ്പ്യൂട്ട് ചെയ്യുന്നത് US ഡോളർ വെച്ചിട്ടാണ്. യൂറോ 29.31. സോ നെക്സ്റ്റ് കംസ് യൂറോ. അതിനുശേഷം ചൈനീസ് റെൻമിൻബി വരും 10.92%. ദെൻ കംസ് yen 8.18%. ദെൻ പൗണ്ട് സ്റ്റെർലിംഗ് ഓഫ് 8.09%. ഇതാണ് ഇതിൻ്റെ ഒരു വെയിറ്റേജ്. അപ്പോൾ ഓർഡർ ഓർക്കുക, US ഡോളർ, യൂറോ, റെൻമിൻബി, yen ആൻഡ് പൗണ്ട് സ്റ്റെർലിംഗ്. ഇനി ഒരു മാച്ച് ഫോളോയിങ് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, കോസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് MM പ്രപ്പോസിഷൻ 2 എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ മാച്ച് വരുന്ന ആൻസർ, ഇറ്റ് ഈസ് ഓപ്ഷൻ എ. അതായത് ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡെറ്റ് റേഷ്യോ ദ ഫേം ട്രൈസ് ടു അച്ചീവ്. ഫേം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് ടാർഗറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ആ വേർഡിൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ കംസ് ബി, അതായത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ദാറ്റ് മാക്സിമൈസസ് ദി വാല്യൂ ഓഫ് ദ ഫേം, അതാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, പെർസീവ്ഡ് കോസ്റ്റ് ഡ്യൂ ടു ദി ഇൻക്രീസ്ഡ് റേഷ്യോ ഓഫ് ഡെറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ എക്സ്പെക്റ്റഡ് yield ഈക്വൽസ് ഇക്വിറ്റി റിട്ടേൺ പ്ലസ് റിസ്ക് പ്രീമിയം. അതാണ് MM പ്രപ്പോസിഷൻ 2ൻ്റെ അകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. സോ ഇത്രയുമാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? ബോത്ത് IMF ആൻഡ് IBRD ഹാവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ വാഷിംഗ്ടൺ. സെക്കൻഡ് ഓപ്ഷൻ, ICSID ഈസ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓർഗനൈസേഷൻ ഓഫ് ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. IBRD is also known as World Bank and India's vote share in IMF is 10%. അപ്പോൾ ഇത് വേൾഡ് ബാങ്ക് IMF-മായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ദാറ്റ് ടു കംസ് അണ്ടർ ബിസിനസ് ഫിനാൻസിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്, നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് പഠിക്കും, അതായത് IMF, വേൾഡ് ബാങ്ക് ഇതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നുള്ള ആ ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഇന്ത്യസ് വോട്ട് ഷെയർ ഇൻ IMF എന്ന് പറയുന്നത് 10% അല്ല എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. IMFൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൻ്റെ ഓൾസോ നോൺ ആസ് വേൾഡ് ബാങ്ക് ആണ്. ദെൻ ICSID എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, അതുകൊണ്ടാണ് അത് വരുന്നത്. സോ ICSIDയുടെ ഫുൾ ഫോം ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തെറ്റ്. അപ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഇന്ത്യയുടെ വോട്ട് ഷെയർ ഇൻ IMF എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നിയർലി 2.63%. ഇറ്റ്സ് നോട്ട് 10%, ഇറ്റ്സ് 2.63% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ which method falls under the discounted cash flow method? അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡും നമുക്കറിയാം, കോമ്പൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള ആ ഒരു ഇതിനകത്ത് ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. IRR, ARR, പേ ബാക്ക് പീരീഡ്, എക്സ്റ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, IRR. ഓക്കെ, സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സിൻ്റെ അകത്ത് വരുന്നതാണ് ട്രഡീഷണൽ ആൻഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്.
സോ ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത് പേ ബാക്ക് പീരീഡ് ആൻഡ് ARR മെത്തേഡ് ആണ്. അതേപോലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ വരുന്നതാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആൻഡ് NPV മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് അതിൻ്റെ മെത്തേഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിസ്റ്റമാറ്റിക് റിസ്ക്? സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലാത്തത് എന്താണ്? അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് ഓർക്കേണ്ടത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി സിസ്റ്റം, ഹോൾ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു റിസ്ക് ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതിലേതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലാത്ത? മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഇറ്റ് ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ റിസ്ക്. ഇത് സിസ്റ്റമാറ്റിക് അല്ല, ഇതൊരു ഫേമിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാകുന്ന ഓപ്പറേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റമാറ്റിക് റിസ്ക്. സോ സിസ്റ്റമാറ്റിക് റിസ്ക്, അതിന്റെ കമ്പ്യൂട്ടേഷൻ, അതിൽ യൂസ് ചെയ്യുന്ന വാല്യൂ, ബീറ്റ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കണം. മാർക്കറ്റ് സിസ്റ്റമാറ്റിക് റിസ്കുകൾ അപ്പോൾ ഏതൊക്കെയാണ്? മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക്, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്, അതെല്ലാം വരും. അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്നതാണ് ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലിവറേജും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓപ്പറേഷണൽ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ് എല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. It is a statutory body established under the provisions of SEBI Act 1992. It deals with the cases of SEBI, IRDAI only. Its jurisdiction is applicable to whole of India and it has only one bench situated in Madras. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, വിച്ച് മീൻസ് എ ആൻഡ് സി മാത്രമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് SEBI Act ആണ്. അതുപോലെ ജൂറിസ്ഡിക്ഷൻ ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താ കുഴപ്പമൊന്നല്ലേ നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് 15K ഓഫ് SEBI Act 1992. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാം. പിന്നെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ക്ലാരിഫിക്കേഷൻ പറയാം. ഇറ്റ് ഡീൽസ് വിത്ത് കേസസ് ഓഫ് SEBI, IRDAI മാത്രമല്ല, പകരം PFRDAയുടെ കൂടെ കേസ് ഡീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി വൺ ബെഞ്ച് വിത്ത് സിറ്റ്സ് ഇൻ മുംബൈ ആണ്, നോട്ട് മദ്രാസ് ആസ് സ്റ്റേറ്റഡ് ഇൻ ദി ക്വസ്റ്റ്യൻ. സോ വൺ ബെഞ്ച് ഉള്ളത് മുംബൈയിലാണ്. സെബിയുടെയും IRDAയുടെയും PFRDAയുടെയും കേസസ് ഇത് നോക്കും. ആപ്ലിക്കബിൾ ടു ഹോൾ ഓഫ് ഇന്ത്യ. 15K ഓഫ് SEBI Act 1992 ആണ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി കേസ് എന്നും പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അസർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സസ്റ്റെയിൻഡ് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എൻകറേജസ് ദ ഗവൺമെന്റ് ടു ലിബറലൈസ് ദി ഇമ്പോർട്ട്സ് ആൻഡ് ക്യാപിറ്റൽ മൂവ്മെന്റ്സ്. അതിന്റെ റീസൺ പറയുന്നത് കറണ്ട് അക്കൗണ്ടും ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ ഓഫ് എ കൺട്രി ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ഇറ്റ്സ് എക്കണോമിക് പോളിസീസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണെങ്കിലും കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ആദ്യത്തേത്, സസ്റ്റെയിൻഡ് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എൻകറേജസ് ദ ഗവൺമെന്റ് ടു ലിബറലൈസ് ദി ഇമ്പോർട്ടും ക്യാപിറ്റൽ മൂവ്മെന്റും. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് അസർഷനും റീസണിങ്ങും റൈറ്റുമാണ് ആൻഡ് ആർ ഇസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ എന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഓരോ സബ്ജക്ട്സും കൃത്യമായിട്ടും സിമ്പിളായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഫോർ നെറ്റ് എക്സാം. അപ്പോൾ ഇനിയത്തെ നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഡിസംബറിലാണ് വരുന്നത്. അപ്പോൾ ഡിസംബറിലെ നെറ്റ് എക്സാം ഇതുപോലെ കൃത്യമായിട്ടും സിമ്പിളായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ അനലൈസ് ചെയ്തിട്ടും നല്ല നോട്ട്സും ഒക്കെ വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ കോഴ്സ് എന്ന് പറയുന്നത്. കൊമേഴ്സ് കൂടാതെ തന്നെ നമുക്ക് ജനറൽ പേപ്പറിലെ എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, ഫിസിക്സിലെല്ലാം തന്നെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത തവണത്തെ നെറ്റ് എക്സാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും നല്ല മെൻറ്റേഴ്സിന് ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ചാൻസ് കൂടെ മിസ് ചെയ്യാതെ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.